ഏറ്റവും വലിയ ദുരിതം അതാണ്. ഉമ്മത്തിൽ വന്ന ഏറ്റവും വലിയ ദുരിതം അതാണ്. ഏറ്റവും വലിയ ദുരിതം, രണ്ടാമത്തെ ദുരിതം റിയൽ എസ്റ്റേറ്റ് മാഫിയ. ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തകന്മാരെന്ന് പറയുന്നവർ പോലും, ദായികൾ എന്ന് പറയുന്നവർ പോലും പൈസകൾ മാഫിയകളിൽ നിന്ന് സംഘടിപ്പിച്ച് 10 സെന്റ് 5 സെന്റ് വൻ വില കൊടുത്ത് വാങ്ങി സ്വന്തം കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളുക, ഭൂമി ബിസിനസിന് വേണ്ടിയുള്ളതല്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, കൃഷിയോ നടക്കാത്ത ഭൂമി, കൃഷിയോഗ്യമല്ലാത്ത ഭൂമി, അഥവാ ഒഴിഞ്ഞിടക്കുന്ന ഭൂമി അള്ളാഹുന്റെ റസൂലിലുള്ളതാണ്. ഗവൺമെന്റ് അത് പിടിച്ചെടുക്കണം, എന്നിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്ന് ആശംസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്യുതാനന്ദൻ ഒരുപക്ഷെ ഇസ്ലാം നോക്കിയിട്ടായിരിക്കില്ല, ഒരുപക്ഷെ അച്യുതാനന്ദന്റെ ആദർശമായിരിക്കാം ഭൂമാഫിയയിൽ നിന്ന് പിടിച്ചെടുക്കാനും അത് പാവപ്പെട്ടവന് കൊടുക്കാനും ഒരു നിയമം കൊണ്ടുവന്നാൽ മൂന്നാറ് പോലെ ആകാതിരുന്നാ മതി, പകുതിക്ക് മരിക്കാതിരുന്നാ മതി. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇസ്ലാമിക ദൃഷ്ട്യ അവിടെ ഇവിടെയും 5 സെന്റും 10 സെന്റും ബിസിനസിന് വേണ്ടി വാങ്ങിവെച്ച് മുന്തിയ വില വരുന്നവരെ കാത്തിരിക്കുന്ന ബിസിനസ്സുകാർ ലാലിമ്യങ്ങളാണ്, അക്രമികളാണ്. ദീനുൽ ഇസ്ലാമിൽ ആ ബിസിനസ്സിന് ഒരു അർത്ഥവുമില്ല. മാത്രമല്ല, ആ ഭൂമിക്ക് മുഴുവനും സക്കാത്ത് കൊടുക്കാൻ ആ ബിസിനസ്സുകാർ ബാധ്യസ്ഥരുമാണ്. ആ ഭൂമിക്ക് സക്കാത്ത് കൊടുക്കാൻ ആ ബിസിനസ്സുകാർ ബാധ്യസ്ഥരാണ്. ഞാനൊരു 10 സെന്റ് ഇവിടെ വാങ്ങി, 5 സെന്റ് അവിടെ വാങ്ങി, 1 സെന്റ് അവിടെ വാങ്ങി, എല്ലാം കൂടി കണക്കൂട്ടുമ്പോൾ കോടിക്കണക്കിന് വല്ലാഹി 2.5% വെച്ച് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മുതൽ ഹറാമിന്റെ മുതലാണ്. ഭൂമി വിൽപ്പനക്കുള്ളതല്ല, ഭൂമി കൃഷിക്ക് വേണ്ടിയുള്ളതും അന്ത്യുറങ്ങാൻ വേണ്ടിയുള്ളതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. അല്ലാഹു തആല ഭൂമിയെ പറ്റി പറഞ്ഞത് ജഅല ലക്കുമുൽ അർള ഫിറാശ. അന്ത്യുറങ്ങാൻ ഭൂമിയില്ലാതെ തെരുവിൽ സമൂഹത്തിലെ ഭൂരിപക്ഷം കടന്നുറങ്ങുമ്പോൾ ഇസ്ലാമിന്റെ പ്രബോധകന്മാരടക്കം കോടിക്കണക്കിന് ചെലവഴിച്ച് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ട് പാവപ്പെട്ടവന്റെ ആവശ്യത്തെ ചൂഷണം ചെയ്ത് രക്തം കുടിയന്മാരായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിന്റെ പ്രബോധകന്മാര്. ചില പണ്ഡിതന്മാര് വരെ വേണം ഇതിന് അറുതി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ മയ്യിത്ത് കെട്ടിന്റെ കാര്യത്തിലും ചാമത്വം എന്ന കാര്യത്തിലും 3-ാം പാർട്ടിയുടെ കാര്യത്തിലും മാത്രം ഇസ്ലാം നോക്കിയാൽ മതി, ബാക്കിയുള്ളെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ മുസ്ലിയാക്കന്മാരടക്കം ഫത്ത് കൊടുക്കുന്നത് ഈ ഭൂഷന്മാരായ മുസ്ലിയാക്കന്മാരാ, ഇസ്ലാമിന്റെ കൊലയാളികളായ പണ്ഡിതന്മാർ, ചിലർ ഭൂമാഫിയക്കാർ. ഇസ്ലാമിന് അങ്ങനെ ഒരു ബിസിനസ് ഇല്ല. അക്രമമാണ്. അവശ്യ വസ്തുക്കളെ പൈസ കുറഞ്ഞ സമയത്ത് വാങ്ങിക്കൂട്ടുകയും പൈസ കൂടാൻ വേണ്ടി കാത്തിരിക്കുകയും അതുവരെ ഒളിപ്പിച്ചു വെക്കുകയും പൈസ കൂടിയാൽ വിറ്റലിക്കുകയും ചെയ്യുന്നവർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് പൂഴ്ത്തിവെപ്പുകാരനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. എങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തുന്ന മുസ്ലിമീങ്ങൾ, ഇസ്ലാമിന്റെ പ്രബോധകന്മാരുണ്ടാവാം, പണ്ഡിതന്മാരുണ്ടാകാം, ഇസ്ലാമിക ദൃഷ്ടി അവർ ശപിക്കപ്പെട്ടവരാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പഴുത്ത പഴമൊന്നല്ല, തൊലി പൊളിച്ചിട്ട് ടാറ്റൊക്കെ വിഴുങ്ങാൻ. ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ജീവിക്കുന്നു കുറെ ബൂർഷന്മാർ, കുറെ പണ്ഡിതന്മാരും. ആത്മീയ ബിസിനസ് ഏറ്റവും നല്ല മാർക്കറ്റുള്ള ബിസിനസ്സാണ് ആത്മീയ ബിസിനസ്. ഇസ്ലാമിനെ ഉപയോഗിച്ച് ചെയ്ത് കൊള്ളക്കാർക്ക് കച്ചവടം നടത്താം. ഇസ്ലാമിന്റെ അഡ്രസ് ഉണ്ടായാൽ മതി, ഇസ്ലാമിന്റെ അടയാളം ഉണ്ടായാൽ മതി.